ഹലോ എവ്രി വൺ, വെൽക്കം ടു അഡ്വെൻറ്റ് ജേർണി. അഡ്വെൻറ്റ് ജേർണിയുടെ 21-ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ ഫാമിലി ഒരുമിച്ച് റിഫ്ലക്റ്റ് ചെയ്യേണ്ടുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന വൃദ്ധയായ ഒരാളെ നമുക്ക് കാണാം. നിങ്ങൾ ഒരുമിച്ച് വായിച്ച് റിഫ്ലക്റ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു ചെറിയ രാജ്യമാണ് സ്വാസിലൻഡ്. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത ജനസംഖ്യ വളരെ കുറവാണ്. അതുമാത്രമല്ല, അവിടെയുള്ള ആളുകളുടെ പ്രശ്നം വളരെ നേരത്തെ അവർ മരണപ്പെടും. ആയുസ് തീരെ കുറഞ്ഞ ആൾക്കാരാണ്. അതിൻ്റെ കാരണം ഇതാണ്, അവിടെയുള്ള ആളുകളിൽ ഭൂരിഭാഗം പേരും HIV ബാധിതരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പോയൊരു ഡോക്ടർ മൈത്രി അവരെഴുതിയ ഒരു ആർട്ടിക്കിൾ, വൺ ഫോർ മൈ സിസ്റ്റർ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളിലെ ഒരു ചെറിയ സംഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ ഡോക്ടർ അവിടെ ചെല്ലുന്ന സമയത്ത് അറിയാം, മിക്ക കുടിലുകളിലും ഈ രോഗികളായിട്ടുള്ളവരാണ്. പലരും മാതാപിതാക്കൾ മരിച്ചുപോയി, മക്കൾ അനാഥരായവർ. വളരെ ദുരിതപൂർണമായിരുന്നു ഈ ആളുകളുടെ അവസ്ഥ. അപ്പോൾ ഇവർക്ക് ഒന്ന് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് ആശുപത്രി വരെ പോകാനുള്ള ശേഷി പോലുമില്ല, ആഹാരമില്ല, മരുന്നില്ല. അങ്ങനെ ഒരു വളരെ ദുരിതപൂർണമായ അവസ്ഥയിലാണ്. ഈ അവസ്ഥയിലേക്കാണ് ഡോക്ടർ മൈത്രി കടന്നു ചെല്ലുന്നത് വോളണ്ടറി സർവീസിനായിട്ട്. അങ്ങനെ ഒരു നഴ്സിൻ്റെ സഹായത്തോടെ ഈ ഡോക്ടർ മൈത്രി വീടുകളിലേക്ക് പോകും. ഹോസ്പിറ്റലിൽ നിന്ന് ഇവർക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവർ അവിടെ ചെന്ന് ഇവർക്ക് വേണ്ട പരിചരണം കൊടുക്കുകയാണ്. അങ്ങനെ ചെന്ന് ഓരോ കുടിലുകളിൽ കയറി ഇങ്ങനെ പോകുമ്പോൾ, അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഒരു കുടിലിൽ ഒരു 7 വയസ്സുള്ള ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പം മിക്ക കുടിലുകളിലും കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അവർക്ക് ഇവരെന്തെങ്കിലും മരുന്നിനൊപ്പം ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യും. കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നൊരു രീതി ഡോക്ടറിനുണ്ട്. അപ്പോൾ ഈ 7 വയസ്സുള്ള പെൺകുട്ടി, ടാൻസിൽ എന്നാണ് അവളുടെ പേര്, ഡോക്ടർ ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ട് അവൾ പറഞ്ഞു, ഒരെണ്ണം കൂടി വേണം. അവളുടെ മാതൃഭാഷയിലാണ് പറഞ്ഞത്, എനിക്ക് ഒരു ചോക്ലേറ്റ് കൂടി വേണം. അപ്പോൾ നേഴ്സ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത് അവൾ ഒരു ചോക്ലേറ്റ് കൂടി ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടറിന് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. അതെന്തിനാ, ആർക്ക് വേണ്ടിയിട്ടാണ് അവൾ വീണ്ടും ചോക്ലേറ്റ് ചോദിക്കുന്നത്? അപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ്. ഡോക്ടറിന് സന്തോഷമായി. ഒരു ചോക്ലേറ്റ് കൂടെ കൊടുത്തിവർ ബാക്കി വീടുകളെല്ലാം പോയി കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഇറങ്ങി വരുമ്പോൾ ഇവൾ വഴിയിൽ വന്ന് ഈ ഒരു ചോക്ലേറ്റിന് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വിചാരിച്ചു, കുട്ടി കള്ളം പറഞ്ഞാണോ എൻ്റെ നിന്ന് ചോക്ലേറ്റ് മേടിച്ചത്, സിസ്റ്ററിനെന്ന് പറഞ്ഞിട്ട്. അപ്പം ഡോക്ടറിന് വീണ്ടും ക്യൂരിയോസിറ്റി ആയി എന്താണെന്നറിയാൻ. അപ്പം നഴ്സിനെ കൊണ്ട് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത്, ഈ 2 കുഞ്ഞുങ്ങളും, ഇവൾക്ക് 4 വയസ്സ്, അനുജത്തിക്ക് 3 വയസ്സുള്ള സമയത്ത് പേരൻസ് 2 പേരും HIV വന്ന് മരിക്കുകയാണ്. അപ്പോൾ ഈ 3 വയസ്സുള്ള അനുജത്തി ആരോ എടുത്തുകൊണ്ട് പോയി ആ സമയത്ത്. അപ്പോൾ അവൾ എന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, അനുജത്തി തിരിച്ചു വരും. അപ്പോൾ അതിന് അനുജത്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവർ ഡോക്ടറിന് വീണ്ടും അവളെയും കൂട്ടി ആ വീട്ടിനുള്ളിൽ ചെന്ന് മുറിക്കകത്ത് നോക്കുമ്പോൾ ഇവർക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ ഇവൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആരൊക്കെ വന്ന് എന്തെല്ലാം സാധനങ്ങൾ കൊടുക്കുമ്പോഴും എനിക്ക് വൺ ഫോർ മൈ സിസ്റ്റർ എന്ന് പറഞ്ഞ് അവൾ ചോദിച്ച് വാങ്ങും. ആ സാധനങ്ങളെല്ലാം അവൾ ആ മുറിയിൽ അടുക്കി അനുജത്തിക്ക് വേണ്ടി അവൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ശരിക്കും സക്രിയായും എലിസബത്തിൻ്റെ ഒരു പ്രതീക്ഷയെക്കുറിച്ച്, എലിസബത്തിന് ദൈവത്തിലുള്ള ഒരു ആശ്രയത്തെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇത്രയും വാർദ്ധക്യമായിട്ടും പ്രതീക്ഷ കൈവിടാതെ എലിസബത്ത് കാത്തിരുന്നു. ഇന്ന് നമ്മളുടെ ആക്ടിവിറ്റി ഇതാണ്. ഇന്ന് സാറ്റർഡേ ആണ്, അവധി ദിവസമാണ്. നിങ്ങൾ അടുത്തെവിടെയെങ്കിലുമുള്ള ഒരു ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യുക. അവിടെ പോയി കുറച്ച് സമയം പ്രായമായ അപ്പന്മാരും അമ്മമാരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. ഇന്ന് നമുക്കൊരു വേറൊരു ഫാമിലിയുടെ വീഡിയോ കൂടി കാണാം. സീ യു ടുമോറോ. ബൈ. ഇന്നത്തെ അഡ്വെഞ്ചേണി എല്ലാവരും കേട്ടേ. അതിനകത്ത് സങ്കീർത്തനം 51 അധ്യായവും പറയുന്നു. എല്ലാവരും വായിച്ചല്ലോ. ഇന്ന് കേട്ട അഡ്വെഞ്ചേണി എന്തെന്നാണ് മനസ്സിലായത്? ഇന്നത്തെ അഡ്വെഞ്ചേണി കണ്ടപ്പോൾ എനിക്ക് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വാതിലുകളും തുറന്നെടുക്കുന്നു. എല്ലാ വാതിലുകളും ജീവിതത്തിൽ തുറന്നു കൊടുക്കുക എന്ന് പറയുമ്പോ നമ്മുടെ ഈ ഭവനത്തിന്റെ ഒരിത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന നമുക്ക് ഏതൊരു മേഖലയിലും ദൈവത്തെ നമുക്ക് വിളിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള പറഞ്ഞു.
നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ലൈഫിലെ എല്ലാ സംഭവങ്ങളും സിറ്റുവേഷൻസും ഈശ്വരൻ ഇടപെടാൻ അവസരം കൊടുക്കുകയും നമ്മുടെ എല്ലാവരും ഇപ്പൊ നല്ലയാലും ചീത്തയാലും ഈശ്വരനോട് എല്ലാം ഷെയർ ചെയ്യണം. നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊന്നും മാത്രമല്ല നമ്മുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും എപ്പോഴും ഈശ്വരത്ത് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ഇടപെടലാണ്. നമ്മൾ ഉണ്ടാവുകയാണ്. അപ്പൊ ദൈവിക പദ്ധതി അനുസരിച്ച് നമ്മുടെ ജീവിതം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷം.